നടിയെ ആക്രമിച്ച കേസിൽ തുടക്കം മുതൽ ദിലീപിനെ പിന്തുണച്ച് നിൽക്കുന്നവരിൽ മുന്നിലാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ അഖിൽ സന്തോഷം പങ്കുവച്ച് രംഗത്തും വന്നിരുന്നു. ദിലീപിന്റെ വീട്ടിൽ ചെന്ന് കാണുകയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ അഖിൽ മാരാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. എല്ലാവർക്കും ദിലീപിനെ ശിക്ഷിക്കണമെന്നാണ് വേണ്ടതെന്നും 6 പ്രതികളെ ശിക്ഷിച്ചതിൽ അവർക്കൊപ്പം നിൽക്കുന്നത് സന്തോഷമില്ലെന്നാണ് അഖിൽ മാരാരുടെ വാദം. വിമർശനങ്ങൾക്കിടെ വീണ്ടും ദിലീപിനെ പിന്തുണച്ച് അഖിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ദിലീപിന്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് അഖിൽ മാരാർ പിന്നെയും പറയുന്നു. അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു: ആണോ പെണ്ണോ ജാതിയോ മതമോ അല്ല, ആരുടെയും ഭാഗത്താണ് സത്യം എന്ന ബോധ്യം അവർക്കൊപ്പം നിൽക്കും. ദിവസം കിട്ടുന്ന ശമ്പളം 230 രൂപയിൽ നിന്ന് കൂട്ടിത്തരണമെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിൽ ആയിരക്കണക്കിന് അമ്മമാർ പൊരിവെയിലത്ത് മാസങ്ങളോളം സമരം ചെയ്തു. ഒരു ഫെമിനിസ്റ്റുകൾക്കും ഉറക്കം നഷ്ടപ്പെട്ടില്ല. അതിലൊരമ്മ മുടി വടിച്ച് കളയുന്ന ദൃശ്യം കണ്ടപ്പോൾ എനിക്കുണ്ടായ വേദന ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചു. എനിക്ക് കഴിയുന്ന സാമ്പത്തിക സഹായവും ചെയ്തു. ബിഗ് ബോസിലെ ഓഡിഷനുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് അറിയിച്ചപ്പോൾ ഏഷ്യാനെറ്റ് എന്ന ചാനലിനോ വലിപ്പമോ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങളോ ചിന്തിക്കാതെ ആ അനീതി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അന്ന് ഈ ഫെമിനിസ്റ്റുകൾ എനിക്കെതിരെ ആക്ഷേപണം നടത്തി. ചാനലിൽ ചിലരെ സൂചിപ്പിച്ചുകാട്ടുന്ന നേട്ടങ്ങൾക്കായി നിന്നവർ ആണ്. വലിയ ആരാധക സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കി. അതിലുപരി സാമ്പത്തികവും അധികാരപരമായ സ്വാധീനമുള്ള ബേബി ചെമ്മണ്ണൂർ ഹണിറോസിനെ അതിശയിച്ചപ്പോൾ ഞാൻ എൻ്റെ നേട്ടങ്ങൾ നോക്കാതെ ബേബി ചെമ്മണ്ണൂറിനെ പറഞ്ഞത് ശരിയായില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളാണ്. യുവാക്കൾക്കിടയിൽ തരംഗമായ വേടൻ്റെ പീഡനക്കേസിൽ ഞാൻ ജീവിതയ്ക്കൊപ്പം ആയിരുന്നു. പുരോഗമന ഫെമിനിസ്റ്റുകൾ ഈ പെൺകുട്ടികളെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഏറ്റവും കരുത്തനായ യുവനേതാവും എം.എൽ.എയുമായ രാഹുലിനെതിരെ പരാതി വന്നപ്പോൾ കോൺഗ്രസ് അയാളെ സസ്പെൻഡ് ചെയ്യും മുമ്പ് തന്നെ രാഹുലിനെതിരെ പറഞ്ഞ എൻ്റെ ഉറച്ച ബോധ്യമായിരുന്നു. പീഡനത്തിന് വിധേയനായ പെൺകുട്ടിക്കൊപ്പം തന്നെയാണ് അന്നും ഇന്നും. അതുകൊണ്ട് തന്നെ പീഡനം നടത്തിയ പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ വിധിയിൽ ഞാൻ സന്തോഷിക്കപ്പെടുന്നു. എന്നാൽ ഈ ഒരു പീഡനം നടത്തിയ ദിലീപിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലായതുകൊണ്ട് ആ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോൾ അതിലെ നിരാശ പലരും പങ്കുവെക്കുന്നു. തെളിവിൻ്റെ ഒരംശം പോലും ഇല്ലെന്ന് കണ്ട് കോടതി ഒരാളെ വെറുതെ വിട്ടിട്ട് മാധ്യമ വിചാരണ നടത്തി ഒരാളെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ നോക്കിയാൽ കൂടെ നിൽക്കും.